കോൺട്രാക്ട് മാരേജ് ഭാഗം 56 റൈറ്റൻ ബൈ റോസ്. ഭദ്രയെ ഇന്ന് റൂമിലേക്ക് മാറ്റും. അവൾക്കൊപ്പം തന്നെ ശിവൻ നിഴല് പോലെയുണ്ട്. ഈ ദിവസങ്ങളിൽ ശിവന്റെ കരുതലും സ്നേഹവും അവൻ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ഒന്നു മാറാതെ അവളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞവൻ ചെയ്യും. അവനെപ്പോലെ തന്നെയാണ് അവൻ്റെ വീട്ടുകാരും അവൾക്കൊപ്പം. അതിൽ എടുത്തു പറയേണ്ടത് അവൻ്റെ അച്ഛൻ്റെ പെരുമാറ്റമാണ്. അയാൾ പലതവണ ശിവൻ കാണാതെ അവളോട് മിണ്ടാൻ ശ്രമിച്ചെങ്കിലും അവളതിന് നിന്നു കൊടുത്തില്ല. എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് അവൾക്കതിൽ നിന്ന് ഒഴിയാനും കഴിഞ്ഞു. അതയാളിൽ നേരിയ വിഷമമുണ്ടാക്കിയെങ്കിലും എന്തൊക്കെയോ കലങ്ങിത്തെളിയാൻ പോകുന്നതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു. പല തെറ്റിദ്ധാരണകളും മാറിത്തുടങ്ങിയിരിക്കുന്നു. ഇരുൾ വീണ മനസ്സുകൾക്കിടയിൽ ചെറിയ വെട്ടം തെളിഞ്ഞു. ഇനി പലതും മാറും. പലരും. ചന്ദ്രിക ഒരമ്മയെന്ന പോലെ അവളെ നോക്കുന്നുണ്ട്. ശിവൻ അതിനുള്ള അവസരം കൊടുക്കുന്നില്ലെങ്കിലും അവരുടെ സാമീപ്യം അവളെ തേടിയെത്തിയിരുന്നു. ആരും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും അവരെങ്ങനെയും അവളുടെ അടുത്ത് തന്നെ നിൽക്കാൻ ശ്രമിച്ചു. അച്ഛനോടും അമ്മയോടും വീട്ടിൽ പോകാൻ പറഞ്ഞെങ്കിലും ശിവൻ്റെ അച്ഛൻ ആദ്യമേ തന്നെ അവിടെ മുറിയെടുത്ത് അവന് തന്നെ നിന്നു. അവന് പിന്നെ കൂടുതലൊന്നും പറയാനും പോയില്ല. ഇതിനോടകം അവന് മനസ്സിലായി അച്ഛനിൽ മാറ്റം വന്നു തുടങ്ങിയെന്ന്. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി അവളെ വീട്ടിൽ കൊണ്ടുപോകുന്നവരെ താൻ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ നിൽക്കും. അതുവരെ ശത്രു സമാധാനിക്കട്ടെ, അവനെ തേടി ശിവൻ വരില്ലെന്ന്. അത് കഴിയുമ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് ശിവൻ ചെല്ലും, എല്ലാ കണക്കുകളും ഒരുമിച്ച് തീർക്കാൻ. ഓരോ തവണ വേദന കൊണ്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൾ കണ്ണീരൊഴുക്കുമ്പോൾ അത് കണ്ട് നിൽക്കുന്നവരുടെ നെഞ്ചൊന്ന് പിടയും. അതിൽ ശിവൻ്റെ നെഞ്ചിലാണ് അത് കൂടുതൽ പതിക്കുന്നത്. അത് കണ്ടു നിൽക്കാൻ അവനാകുമായിരുന്നില്ല. അവനപ്പോൾ ദേഷ്യം കൂടും. അവളുടെ കണ്ണുകൾ കലങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കും. അവൻ സ്വയം നിയന്ത്രിച്ചു നിൽക്കുന്നത് അവളെ ഓർത്ത് മാത്രമാണ്. മറ്റെല്ലാം മറന്ന് അവളുടെ കൈ പിടിച്ച് അവൾക്കൊപ്പം തന്നെയുണ്ട് അവളുടെ ശിവൻ. റൂമിലേക്ക് മാറ്റിയതോടെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ നിന്ന് അവൾക്കൊരാശ്വാസം കിട്ടി. എങ്ങനെയും എഴുന്നേറ്റ് നടക്കണമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ശിവൻ തന്നെ നന്നായി നോക്കുന്നത് കണ്ട് അവൾക്ക് അതിശയം തോന്നി. വലിയൊരു കമ്പനി നടത്തുന്ന കോടിക്കണക്കിന് സ്വത്തുള്ള ആരെയും കൂസാത്ത ഒരുവൻ. ഇന്നോളം അവൻ ആരിലും കാണിക്കാത്ത മമതയും സ്നേഹവും തന്നോട് കാണിക്കുന്ന കാണുമ്പോൾ ഈ ലോകത്തിന് ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം തനിക്കിനി വന്നു ചേരാനില്ല. ഇങ്ങനെ കിടക്കുമ്പോഴും അവൾക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഓഫീസിൽ പോലും പോകാതെ അവൻ 24 മണിക്കൂറും തനിക്കൊപ്പമുണ്ട്. ഇന്നു മുതൽ കഞ്ഞി കൊടുത്തു തുടങ്ങും. മുറിവ് കുറച്ചൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. അനങ്ങുമ്പോൾ നല്ല വേദന ഉണ്ടെങ്കിലും എഴുന്നേറ്റ് നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവൾ അതൊക്കെ സഹിച്ചു. ഭദ്ര കിടക്കുവാണ്. റൂമിലേക്ക് മാറ്റുമ്പോൾ അനങ്ങുമൊക്കെ ചെയ്തതിൻ്റെ വേദനയിൽ ആൾ ചെറുതായി മയങ്ങി. പുറമെ ഒരുപാട് കാണിക്കാതെ ഇപ്പോൾ വെറുതെ കണ്ണടച്ച് കിടക്കുവാണ്. ശിവൻ്റെ അച്ഛനും അമ്മയും വീട് വരെ പോയേക്കുവാണ്. വൈകുന്നേരം അവരിങ്ങ് വരും. ഇന്ന് തൊട്ട് കഞ്ഞിയൊക്കെ കുടിക്കാം. കണ്ണടച്ച് കിടക്കുന്നവളെ കയ്യിൽ മെല്ലെ തലോടിക്കൊണ്ടവൻ പറഞ്ഞു. ഭദ്ര പെട്ടെന്ന് കണ്ണു തുറന്നു. ശരിക്കും? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? അവനൊരു ചിരിയോടെ തലയാട്ടി. എത്ര ദിവസമായി ഒരിത്തിരി കഞ്ഞി ഉള്ളിൽ ചെന്നിട്ട്. വല്ലാത്ത കൊതി തോന്നുന്നു. എന്താ പെണ്ണെ ഒന്നും മിണ്ടാത്തെ? അവളുടെ വായിൽ ഉമിനീർ നിറഞ്ഞു. വായിക്ക് രുചിയായി എന്തേലും കഴിക്കണമെന്ന് കുറച്ച് മുന്നേ കൂടി കരുതിയതേ ഉള്ളൂ. അതിനിപ്പോഴൊന്നും പറ്റില്ലെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ വിഷമം വരും. കഞ്ഞി വാങ്ങിക്കണ്ടേ? അതൊക്കെ എപ്പോഴേ റെഡിയാണ്. കല്യാണി മുൻപേ ഒരു കവർ കൊണ്ടുതന്ന് നീ കണ്ടില്ലായിരുന്നോ? അതായിരുന്നോ? അമ്മയൊക്കെ പോയോ വീട്ടിൽ? വൈകുന്നേരം വരും. ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാലും കേൾക്കണ്ടേ രണ്ടാളും? അച്ഛൻ നിന്നോട് എന്തെങ്കിലും മിണ്ടാൻ വന്നോ രാവിലെ? സംസാരിച്ചു. വന്നപ്പോഴേക്കും ഡോക്ടർ വന്നു. പിന്നെ പോകുന്നത് കണ്ടു. നിന്നോടിപ്പോൾ വലിയ സ്നേഹമാണല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നേയില്ല അച്ഛൻ. അവളൊന്നും മിണ്ടിയില്ല. അതിന് അവൾക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് അത് മനസ്സിലായിരുന്നു. അയാളോടുള്ള ദേഷ്യവും പിണക്കവുമൊക്കെ പതിയെ പതിയെ കുറഞ്ഞു വന്നിരുന്നു. അയാൾ ഒരിക്കലും തന്നെ ഇങ്ങനെ ചെയ്യാൻ കൂട്ടുനിൽക്കില്ലെന്ന് അവൾക്ക് ഈ ദിവസത്തെ ആളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി. വാഗൊണ്ട് ഓരോന്ന് പറയുമെന്നേയുള്ളൂ. അയാളുടെ ഉള്ളിലൊന്നുമില്ലെന്ന്. തന്നോട് ഓരോ തവണ സംസാരിക്കാൻ വരുന്നതും അന്നേരമെല്ലാം ഒന്നും പറയാൻ കഴിയാതെ ഓരോ കാരണം കൊണ്ട് തിരിച്ചു പോകേണ്ടി വരുമ്പോൾ ശിവൻ്റെ അച്ഛൻ്റെ മുഖത്ത് കാണുന്ന വിഷമവും കുറ്റബോധവുമൊക്കെ അവൾ കണ്ടിട്ടും കാണാതെ ഇരുന്നത് ഇപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്ന ഒരിത്തിരി പിണക്കം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനധികം ആയുസില്ലെന്ന് അവൾക്കറിയാം. തന്നെ ഓരോ തവണ കാണാൻ വരുമ്പോഴും എന്താണ് പറയാനുള്ളതെന്നും അവൾക്ക് നന്നായിട്ടറിയാം. പോകുന്നവരെ ഇങ്ങനങ്ങ് പോകട്ടെ. കുറച്ചധികം തന്നെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചതല്ലേ. ശരീരത്തിലെ മുറിവ് ഉണങ്ങുന്നത് പോലെ മനസ്സിലെ മുറിവും ഉണങ്ങട്ടെ. എന്താണ് ആലോചിക്കുന്നത്? ഇവിടെ കിടന്ന് ആലോചിച്ച് വല്ല നോവലും എഴുതാൻ പ്ലാനുണ്ടോ നിനക്ക്?
അവൾ നിന്ന് പുഞ്ചിരിച്ച് മറുപടിയായി, എനിക്ക് വിശക്കുന്നു, കഞ്ഞി കുടിക്കാം നമുക്ക്. ആഹാ, അത് കേട്ടപ്പോൾ ആളങ്ങ് ഉഷാറായല്ലോ. കഞ്ഞി കുടിക്കാൻ റെഡിയായി കിടക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു. അവളോട് സംസാരിക്കുന്നതിനൊപ്പം അവൻ അവൾക്ക് കഴിക്കാനുള്ളത് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി. അവൾ അതെല്ലാം നോക്കി കിടക്കുവാണ്. കഞ്ഞി വിളമ്പുന്നത് കണ്ടപ്പോൾ തന്നെ അവളുടെ വായിൽ വെള്ളം നിറഞ്ഞു. ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണമായിരുന്നു കഞ്ഞി. വല്ലപ്പോഴും പനി വരുമ്പോൾ മാത്രം അമ്മയുടെ നിർബന്ധത്തിന് കുടിക്കും, അല്ലാതെ അതൊരു ഇഷ്ടഭക്ഷണം പോലും അല്ലായിരുന്നു. എന്നിട്ടിപ്പോൾ കഞ്ഞി കാണുമ്പോൾ എന്തേറെ ആവേശം അതൊന്ന് കുടിക്കാൻ. കഞ്ഞി മാത്രമല്ല, എന്തൊക്കെയോ വാരി വലിച്ച് കഴിക്കാൻ തോന്നുന്ന വിശപ്പുണ്ടിപ്പോൾ. ഒരു സ്പൂൺ കഞ്ഞി കോരി അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തതും അവളുടെ കണ്ണ് നിറഞ്ഞു. ഇനി ഇതിനും കണ്ണ് നിറച്ചോണം. എനിക്ക് ദേഷ്യം വരും കേട്ടോ പെണ്ണെ. അവൾ പെട്ടെന്ന് മുഖത്തൊരു പുഞ്ചിരി വരുത്തി. ആദ്യമായി പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞിനെ പോലെ അവൻ്റെ കൈ പിടിച്ചാണ് വന്നത്. ഇപ്പോൾ അവൻ്റെ കൈ കൊണ്ട് കഞ്ഞി കുടിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു. വിധിയെന്ന് കരുതി സമാധാനിക്കാനും കഴിയില്ല, വരുത്തി വെച്ചതുമല്ല. രാജിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങൾ അവരുടെ ദേഷ്യത്തിന് തോതുകൂട്ടി. അവളെ എന്നേക്കുമായി അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിയിട്ടിപ്പോൾ അതിന് സാധിക്കാതെ വന്നതിൻ്റെ എല്ലാ ദേഷ്യവും അവരുടെ മുഖത്തുണ്ട്. അവളെ അവനിൽ നിന്നും അവൻ്റെ വീട്ടുകാരിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചത് തോറും അവൾ അവനിലേക്കും അവൻ്റെ വീട്ടുകാരിലേക്കും കൂടുതൽ അള്ളിപ്പിടിച്ച് കയറിയിരിക്കുന്നു. എങ്ങനെയൊക്കെ അവളെ തുരുത്തിവിടാൻ നോക്കിയിട്ടും കഴിയാത്തതിൽ അവർക്ക് വല്ലാത്ത അമർഷം തോന്നി. ഭദ്രയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ രാജി രഹസ്യമായി ഒരാളെ ഹോസ്പിറ്റലിൽ നിർത്തിയിരുന്നു. ശിവൻ്റെ നീക്കങ്ങൾ അറിയാൻ കൂടി വേണ്ടിയായിരുന്നത്. ഈ നിമിഷം വരെ അവൻ്റെ സംശയം തനിക്ക് നേരെ തിരിയാത്തതിൽ അവർക്ക് സമാധാനം തോന്നിയെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയും തോറും അവരുടെ സമാധാനം മൊത്തം പോയിരുന്നു. ധന്യയല്ല നേരത്തെ അറിയുന്നത് കൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇതൊക്കെ അവളിപ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ അത്ഭുതമൊന്നും തോന്നിയില്ല. രാജിക്ക് പക്ഷേ ഒന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് തൻ്റെ ഏട്ടൻ്റെ മാറ്റം. ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് അയാൾ അവളുടെ ഭാഗം ചേർന്നിരിക്കുന്നു. ഹോസ്പിറ്റലിൽ അവളെ നോക്കി നിൽക്കുവാണ് രാവും പകലും അയാൾ ഭാര്യയ്ക്കൊപ്പം. വീട്ടിലേക്ക് പോകുന്നത് തന്നെ ചുരുക്കമാണെന്നാണ് കേട്ടത്. താൻ വിളിച്ചിട്ട് പോലും ഏട്ടൻ ഫോൺ എടുക്കുന്നില്ല. തന്നെ ഏട്ടന് സംശയമുണ്ടാവും. ഇത്രയും ദിവസം തനിക്ക് സപ്പോർട്ടായി നിന്നിട്ട് എത്ര വേഗമാണ് മാറിയത്. ഇത്രയും നാളും ചെയ്തതിൻ്റെ കുറ്റബോധം പോലെയാണ് ഇപ്പോൾ അവളോടുള്ള പെരുമാറ്റമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും ദിവസം അവൾ ജീവിച്ചോ ചത്തോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. അവളെ റൂമിലേക്ക് മാറ്റിയെന്നറിഞ്ഞതോടെ അവസാന പ്രതീക്ഷയും നഷ്ടമായതിൻ്റെ ദേഷ്യത്തിലാണ് രാജി. ഇനി അവളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അത്ര എളുപ്പമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ഹോസ്പിറ്റലിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ അമ്മേ. ധന്യ അവർ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് വന്നു നിൽക്കുന്നതാണ്. കുറച്ചു നേരമായി അവൾ പുറകിൽ വന്ന് നിന്നിട്ട് ദേഷ്യം പിടിച്ചു നിൽക്കുന്ന അമ്മയോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്കറിയാം. എല്ലാത്തിനും അമ്മയ്ക്കൊപ്പം നിന്നെങ്കിലും ചില തിരിച്ചറിവുകൾ അവളെയും മാറ്റിയിട്ടുണ്ട്. എന്താ, നീ എന്തെങ്കിലും ഉപദേശിക്കാൻ ആണേൽ വേണ്ട. എനിക്കതൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയല്ല ഇപ്പോൾ. എനിക്കതൊന്നും കേൾക്കുകയും വേണ്ട. അമ്മ ഞാൻ പറയുന്നത് കേൾക്കണ്ട. പക്ഷേ ശിവേട്ടൻ, അവൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. താൻ ആഗ്രഹിച്ചതും മനസ്സിൽ കണക്ക് കൂട്ടിയതുമൊക്കെ ഒരു നിമിഷം കാൽച്ചോട്ടിൽ നിന്ന് പോകുന്ന പോലെ നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നുള്ള തിരിച്ചറിവ് അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു. അതവരുടെ മാനസിക നില തന്നെ തെറ്റിച്ചു. ധനിയെന്നല്ല, ആര് പറയുന്നത് കേൾക്കാനും ആ നിമിഷം അവരൊരുക്കമായിരുന്നില്ല. കൺമുന്നിൽ ഭദ്ര ജയിച്ചു നിൽക്കുന്നത് മാത്രമായിരുന്നു. അവളെ തകർക്കാൻ നോക്കും തോറും തനിക്കാണ് നഷ്ടം. അമ്മ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരൊന്ന് അമർത്തി മോളി. അമ്മാവനും ഇപ്പോൾ അവളുടെ ഭാഗത്തായി. ഹോസ്പിറ്റലിൽ അവർക്കൊപ്പം അമ്മാവനുമുണ്ട്. ഞാൻ അറിഞ്ഞു. ഇനിയിപ്പം അവളെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അമ്മാവനാകും അമ്മയുമായി വഴക്കിന് ആദ്യം വരിക. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. നയത്തിലാണ് തന്നെ കാര്യങ്ങൾ പറയുന്നത്. എല്ലാം കേട്ട് രാജിയുടെ മുഖത്ത് ചെറിയൊരു ഞെട്ടലുണ്ട്, ഒപ്പം ദേഷ്യവും. ഭദ്രയെ റൂമിലേക്ക് മാറ്റിയതുകൊണ്ട് അവളുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ധന്യ പറയുന്നത് കേട്ട് പല്ല് കടിച്ചവർ. ശിവേട്ടൻ ഈ നിമിഷം വരെ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയിട്ടില്ല. അതിനർത്ഥം എല്ലാം മറന്നിട്ടുള്ള നിൽപ്പാണെന്നല്ല. അവളെ അത്രയ്ക്കിഷ്ടമായതുകൊണ്ട് തൽക്കാലം മൗനം പാലിക്കുന്നതാണ്. അവസാന വാക്കുകൾ രാജിയോട് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറി. ശിവനെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അവൾക്കുണ്ട്. രാജി ഒന്നും മിണ്ടിയില്ല. എല്ലാം കേട്ടു നിന്നല്ലാതെ. ധന്യയുടെ ഉള്ളിലെ വേദന അവർക്കറിയാം. അവരെ ദേഷ്യം പിടിപ്പിക്കാതെ മയത്തിലാണ് ഇത്രയും നേരം ധന്യ സംസാരിച്ചത് തന്നെ. നമുക്ക് ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം അമ്മേ. ശിവേട്ടനെ എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. അല്ലാതെ പിടിച്ചു വാങ്ങാൻ പോയിട്ട് അവസാനം എന്നെ ഒരു ശത്രുവായി ഏട്ടൻ കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് ഒന്നും ഇനി വേണ്ട, ഒന്നും. അവരായി അവരുടെ പാടായി. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്ന ധന്യയെ തന്നെ നോക്കി നിന്നു രാജി.